18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ബി.ജെ.പി. എം.പി. ഭർതൃഹരി മെഹ്താബ് പ്രോടേം സ്പീക്കറാകും. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഇക്കാര്യം അറിയിച്ചത്. ഏറ്റവും കൂടുതൽ കാലം എം.പിയായ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് തീരുമാനം. കീഴ്വഴക്കം ലംഘിച്ച നടപടിക്കെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. 7ാം തവണ ലോക്സഭയിലെത്തുന്ന ഒഡീഷയിൽ നിന്നുള്ള എം.പി. ഭർതൃഹരി മെഹ്താബ് പ്രോടേം സ്പീക്കറാകും. 8 തവണ എം.പിയായ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ തീരുമാനം. ബി.ജെ.ഡി. അംഗമായിരുന്ന ഭർതൃഹരി കഴിഞ്ഞ മാർച്ചിലാണ് ബി.ജെ.പിയിൽ ചേർന്നത്. അതേസമയം ഏറ്റവും കൂടുതൽ കാലം എം.പിയായ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് ജയറാം രമേശ് ആരോപിച്ചു. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ അയോഗ്യത എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ദളിത് വിഭാഗത്തു നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് ഭർതൃഹരിയെ നിയമിക്കുന്നതെന്ന് മാണിക്യം ടാഗോർ എം.പിയും കുറ്റപ്പെടുത്തി. 18ാം ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഭർതൃഹരി മെഹ്താബ് മേൽനോട്ടം വഹിക്കും. ഈ മാസം 26-നാണ് ലോക്സഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇത് നിയന്ത്രിക്കേണ്ടത് പ്രോടേം സ്പീക്കറാണ്. കൈരളി ന്യൂസ്, ദില്ലി.